ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ ചിമ്മിണി ഡാമിലേക്ക് പോയിട്ട് കയറാൻ പറ്റാത്ത വിഷമങ്ങൾ തീർക്കാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള വാഴാനി ഡാമിലേക്കാണ് പോണില്ലേ. എന്തൊരു ഉഷാറിയാത്തായിരിക്കും എപ്പോഴും പറയാറുള്ള വാഴാനി ഡാം. പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള വാഴാനി ഡാമിനെ പുച്ഛിച്ച് പോയിട്ട് എന്തായി. അപ്പോഴും നമ്മള് 2 പെരുന്നാളും നമ്മൾ പറഞ്ഞത് വാഴാനി ഡാമിലേക്ക് പോവാന്നാ. എന്നിട്ട് നമ്മള് വാഴാനി ഡാമിനെ ഒഴിവാക്കി ചിമ്മിണിയിലേക്ക് പോയതാണ്. അയ്യോ, അപ്പൊ നമുക്ക് ഇന്നലെ നല്ല വിഷമമായിരുന്നു. കാരണം ഇത്ര നേരം യാത്ര ചെയ്തിട്ട് നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ലല്ലോ എന്ന്. ഉമ്മാക്കൊക്കെ നല്ല വിഷമമായിരുന്നു. ഉമ്മക്ക് അരയായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞേട്ടാ, ഉമ്മയുടെ വിഷമം ഫുഡ് കഴിച്ചപ്പോ പോയില്ലേ, മന്തിയില് പോയി. അപ്പൊ ഇന്ന് നമ്മളെന്തായാലും പോവാന്ന് വിചാരിച്ചു. അവിടെ വാഴാനി ഡാമിൽ ഒരു 5 മണിയൊക്കെ ആവൂലേ ഇടയ്ക്ക് തോന്നുന്നുണ്ടോ? അവിടെ പോയിട്ട് കാണാം. ശരിക്കും പറഞ്ഞെനിക്ക് വാഴാനി ഡാമിലേക്ക് പോണതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഇപ്പൊ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നാ നിങ്ങളിപ്പോ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. വാഴാനി ഡാമിൽ കുറെ കളിക്കണ സാധനങ്ങളുണ്ട് പാർക്കില്. പക്ഷെ ചിമ്മിണി ഡാമിൽ അതൊന്നും ഇല്ല അല്ലേ. അപ്പോ അതുകൊണ്ട് നമുക്ക് ഇന്ന് വാഴാനി ഡാമിലേക്ക് പോയിട്ട് കാണാം അല്ലമ്മ. അപ്പോ ഇന്ന് കുട്ടാപ്പില്ല കേട്ടോ. കുട്ടാപ്പിന് ഇന്നലെ പോയ ക്ഷീണം കാരണം റസ്റ്റിലാണ്. അവനക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയാ പിന്നെ തീരെ വെയിക്കില്ല, ഉറങ്ങട്ടേന്ന്. അപ്പൊ ഇന്നലെ രാത്രിക്ക് ഉറങ്ങിയതാണ്. എന്നാലും അവനക്ക് ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി എന്തായാലും അവിടെ പോയിട്ട് കാണാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ വാഴാനി ഡാമിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ വർഷങ്ങളായിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട്. ഞാനും ഉപ്പയും ഉമ്മയും കുട്ടാപ്പും കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നേക്കണത്. അപ്പം ഇവിടെ ഒന്നും വലിയ മാറ്റമൊന്നും കാണാനില്ല കേട്ടോ. എല്ലാം പഴയതുപോലെ തന്നെ ഉണ്ട്. ഇനി നമുക്കതിൻ്റെ അകത്ത് കയറി നോക്കി നോക്കാം എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ നമ്മളവിടെ എത്തി. ഞാനും ഉമ്മയും കൂടി പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. ആംബ്രും ഇതാ സാപ്പിയുടെ കൂടെ നടന്ന് വരുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, ആംബ്രു ഇപ്പോൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ആംബ്രുവിന് പിന്നെ നടക്കൽ തന്നെ കേട്ടോ പണി. നമ്മളെ കൊണ്ട് എടുക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ ടിക്കറ്റൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ. അങ്ങനെ ഇതാ നടന്ന് നമ്മൾ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. എടുക്കാനേ സമ്മതിക്കില്ല. കൈയൊക്കെ വിട്ടിട്ട് തന്നെ നടക്കണം എന്നൊക്കെ പറയണ്. പക്ഷെ നമ്മൾ കൈ വിടാറില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവിടെയും യാതൊരു മാറ്റില്ല ഗൈസ്. അന്ന് കണ്ട പോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ. പിന്നെ ഇവിടെ കുറേ പൂമ്പാറ്റകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആംബ്രു അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ ഒന്നും കണ്ട പൂമ്പാറ്റേനെ പേടിയില്ല. പക്ഷെ വീട്ടിൽ ചുമരുമ്പോൾ കണ്ട ആംബ്രുവിന് ഭയങ്കര പേടി കേട്ടോ പൂമ്പാറ്റേനെ. ഇങ്ങനെ നമ്മൾ വാഴാനി ഡാമിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ക്ലോസിങ് ടൈം 5 മണിയെ തോന്നുന്നു അല്ലേ. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല. എന്നാലും കുറച്ച് പേരിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അവിടെ പോയിട്ടൊക്കെ കുറേ നാളായിട്ടുണ്ടല്ലോ നമ്മൾ വന്നിട്ട്. ആംബ്രുവിന് നടക്കാൻ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും പോവാം. സാപ്പി അവിടെ നിന്ന് ഞാൻ ബാഗ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ബാഗും കുടയും എടുത്തിട്ട് വരുന്നുണ്ട് ഗൈസ്. ഉമ്മ എന്തൊക്കെ കയറുന്നില്ലേ, നടക്കാൻ വയ്യോന്നുണ്ട് കേട്ടാ. ഈ ആളായിട്ട് ഇന്നലെ ചിമ്മിണി ഡാമിലേക്ക് പോയിന്നുണ്ടെങ്കിൽ കാണായിരുന്നു. ദാ ഇവിടെ ഒരു ഊഞ്ഞാല് കാണാണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതും ഇരുന്നില്ല. കാരണം അതിങ്ങനെ ചാടിപ്പോണം. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അവിടെ കയറിപ്പോയ ഊഞ്ഞാലുണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് ആടാന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും എനിക്ക് തോന്നണില്ല കേട്ടോ. മുന്നേ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും. ആംബ്രൂന് ഇങ്ങനെ കയറ്റം കയറാൻ സാധിക്കണില്ല കേട്ടോ. അപ്പോൾ വേഗം സാപ്പിനോട് എടുക്കാൻ പറഞ്ഞിട്ട് മൂപ്പരാളെ ഒക്കത്തിരുന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ. ഒന്നും പ്രത്യേകിച്ച് മാറ്റില്ല അല്ലേ, പഴയ പോലെ തന്നെ അല്ലേ. ഇനി നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കി നോക്കാം. വേഗം പാർക്കിലെത്തിയിട്ട് നമുക്ക് ആ സാധനങ്ങളിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എനിക്ക്. നമുക്കെന്തായാലും അവിടെ പോയിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ ഡാം കാണാനുള്ള ഒരു ഗേറ്റ് കടന്നു വിട്ടാ. സത്യം പറഞ്ഞാൽ ഇന്നാണൊന്നും മഴ തോർച്ചുണ്ടായിരുന്നത്. ഞാൻ കുടയൊക്കെ എടുത്തു നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല. മഴ ഇങ്ങനെയൊക്കെ പെയ്തിട്ട് നമുക്ക് വെള്ളം കൂടുതലുണ്ടെന്ന് പറയാൻ മാത്രം ഒന്നുമില്ല കേട്ടോ. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ഡാമിൽ. അങ്ങനെ അത് കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നു കേട്ടോ. കാരണം നടന്ന് കയറി വന്നപ്പോൾ വയ്യാണ്ടായി. പിന്നെ ആംബ്രുവിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതാ അവിടെ ഇരുത്തിയിട്ടാ. പക്ഷെ ആൾക്ക് എന്തോ ആ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. ആംബ്രു ഇരിക്കണൊക്കെ എങ്ങനെയോ 2 ഫോട്ടോ അവിടെ നിന്ന് എടുത്തു ഗൈസ്. നമ്മൾ കുറേ ഫോട്ടോ എടുത്തു. പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പതുക്കെ ഉമ്മ വീട്ടിലെത്തിയ കുളി കഴിഞ്ഞത് ബോഡി ലോഷൻ തേക്കണ പോലെ മൂവൊക്കെ എടുത്ത് തേക്കും. നടന്നു വയ്യാണ്ടേ. ആംബ്രും സാപ്പി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. സാപ്പി ആംബ്രുവിൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഞാൻ ആംബ്രൂനായിട്ട് വേഗം നടന്നു പോണത് അവിടെ ഒരു ഊഞ്ഞാല് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉമ്മയും സാപ്പിയും ഈ വീഡിയോ എടുക്കുന്നിടത്ത് നിന്ന് പതുക്കെ നടന്നു വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേഗം നടന്ന് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ആംബ്രൂനും ഊഞ്ഞാലിരുന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അവനക്ക് ഒറ്റയ്ക്ക് ഊഞ്ഞാലിരിക്കണത് ഇഷ്ടമല്ല കേട്ടോ. കാരണം വീട്ടിൽ നമ്മൾ കെട്ടിക്കൊടുത്ത് അതിൽ ഇരിക്കാനേ സമ്മതിക്കില്ല. ഇവിടെ വന്ന് നമ്മുടെ മടിയിലിരുന്ന് ആടിയപ്പോൾ മൂപ്പരാൾ ഭയങ്കര സന്തോഷമിട്ടാ കണ്ടോ, ഇരുന്ന് ചിരിക്കുക എന്തൊക്കെ പറയണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അതിലിരുന്ന് ആടി നല്ല ഇഷ്ടമായിക്കണു കേട്ടോ ഊഞ്ഞാലിരുന്നിട്ട് ആടണത്. പിന്നെ നമ്മൾ അവിടുന്ന് നീറ്റു, കാരണം ഇനിയും നടക്കാണ്ടല്ലോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ വേഫർ റോൾസ് കഴിച്ചുട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിങ്ങനെ കഴിച്ചാൽ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ ആംബ്രൂവിന് ഒരു ചെറിയ കഷ്ണം കൊടുത്തുട്ടെ. ഞാൻ കഴിക്കണത് കണ്ടിട്ട് എന്തോ രസമുള്ള സാധനമാണെന്ന് അവനക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. ഞാൻ എപ്പോൾ കഴിക്കണത് കണ്ടാലും ചോദിക്കൂട്ടാ. പിന്നെ ഇതാ നമ്മൾ വീണ്ടും നടന്ന് പോവുകയാണ്. പതുക്കെ കേട്ടോ നമ്മൾ നടന്നു പോകണുള്ളൂ. കാരണം അധികം തിരക്കൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെയാണ് ഞങ്ങൾ നടന്നു പോണത്. പിന്നെ ഇവിടെ നിന്നാൽ നമുക്ക് പാർക്കൊക്കെ കാണാട്ടോ. അപ്പോൾ അവിടെ ആരും ഒന്നും ഇല്ല തോന്നുന്നു. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല കേട്ടോ. പിന്നെ ഇതാ എൻ്റെ ഉമ്മാടിയും കൈ പിടിച്ച് നടക്കുകയാണ് ആംബ്രു. ഇത്രയ്ക്ക് വലുതായിട്ട് ആംബ്രു. ഞാൻ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോഴാണ് എത്ര പെട്ടെന്നാണ് ആംബ്രു വലുതാവണമെന്ന് നോക്കണത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. നടന്ന് ഇതാ ഷട്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി പിന്നെ ഫുൾ ഡൗട്ടാണ് കേട്ടോ എനിക്ക്. ഞാനിങ്ങനെ ഓരോന്നും ചോദിക്കും. ആദ്യം ഉപ്പാടെ അടുത്തായിരുന്നു, ഉപ്പാനായിട്ട് വന്ന സമയത്ത്. ഇപ്രാവശ്യം ഞാൻ സാപ്പിയുടെ അടുത്തായിരുന്നു. എനിക്കിങ്ങനെ ഓരോന്നും അവിടെ പോയി നിന്ന് നമുക്ക് കുറേ സാധനങ്ങൾ അതിൽ കാണാൻ പറ്റും. അതായത് അതിൻ്റെ ഒരു കമ്പികൾ. അപ്പോൾ ഇത് തുറന്നാലാണോ വെള്ളം വരിക എന്നൊക്കെ ചോദിച്ച് ഞാൻ സാപ്പിയുടെ തലയ്ക്ക് ഞാൻ പ്രാന്താക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിലേ ഇങ്ങനെ ഓരോന്നും കണ്ടാൽ അതും ഇതൊക്കെ ചോദിക്കൽ കുറച്ച് കൂടുതലാണ്. അപ്പം ഇനി നമുക്ക് എന്തായാലും പാലം കടക്കാം. ഈ പാലം കടക്കാൻ ഉമ്മാക്ക് തീരെ താല്പര്യമില്ല. കാരണം ഉമ്മയും അങ്ങനെയാണ്. ഞാനോ അല്ലെങ്കിൽ സാപ്പിയോ കിടക്കണതോ തീരെ താല്പര്യമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ആംബ്രൂനായിട്ട് പോകുമ്പോഴും ഉമ്മാക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്ന് വരുമ്പോൾ ഉമ്മ സ്റ്റെപ്പ് ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ എന്താ സമ്മതിപ്പിക്കുമല്ലോ. അങ്ങനെ പിന്നെ നടന്നു പോവാണ് കേട്ടോ. ആംബ്രു ഇങ്ങനെ നിരപ്പായ സ്ഥലത്തു കൂടെ മാത്രമാണ് കേട്ടോ നടക്കുള്ളൂ. കയറ്റം മറക്കൊന്നും ആംബ്രുവിനെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ നമ്മളെടുത്ത് എടുക്കാൻ പറയും. അപ്പോൾ ഈ പാലത്തിന് നിന്നിട്ട് നോക്കണം കേട്ടോ അപ്പുറം ഇപ്പുറം ഇതെന്താ സംഭവം എന്ന്. പിന്നെ എന്താ സാപ്പിയുടെ അടുത്ത് എടുക്കാൻ പറയുന്നുണ്ട്, പേടിയായി തോന്നുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരം ഷട്ടറിൻ്റെ അങ്ങോട്ടും താഴത്തേക്കൊക്കെ നോക്കിയിട്ടാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ ഒരു സ്ഥലം എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് മുന്നേ ഇഷ്ടമല്ല ഈ ഇവിടേക്ക് എത്തണത്. കാരണം ഇവിടെ ഒരുമാതിരി മണും അതുപോലെ ഇവിടെ ഒന്നും അത്ര നീറ്റായിട്ടല്ല കിടക്കുന്നത്. ഫുൾ ഇലകളൊക്കെ വീണിട്ട്. അപ്പോൾ ഇവിടെ എത്തിയ വേഗം നടന്നു പോവാണ് കേട്ടോ ചെയ്യുക. ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇലകൾ വീണ് കൂടിയിട്ടാണ് തോന്നുന്നു ഒരുമാതിരി മണമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയ വേഗം നടക്കും. കണ്ടോ ഇവിടുത്തെ വെള്ളമൊക്കെ വേറൊരു തരം വെള്ളമാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിങ്ങി നടന്ന് പോവാണ്. അങ്ങനെ ഗൈസ് നമ്മൾ പാർക്കിൻ്റെ അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ മേലേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ മണ്ണുകൊണ്ട് പണിതതാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം നോക്കും. എല്ലാ പ്രാവശ്യം വന്നാലും നമ്മൾ കണ്ടാലും നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കണം. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. അപ്പോൾ ആംബ്രു ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ നിരപ്പായ സ്ഥലമല്ലേ. അപ്പോൾ അതാ അങ്ങോട്ട് നടക്കുന്നുണ്ട് സാപ്പിയുടെ കൈ പിടിച്ചിട്ട്. എനിക്ക് ഇത്ര നേരം അങ്ങനെ കുനിഞ്ഞ് കൈ പിടിച്ച് നടക്കാൻ സാധിക്കില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഇടയ്ക്കൊരു ബാക്ക് പെയിനൊക്കെ വരും. അപ്പോൾ പിന്നെ സാപ്പി തന്നെയാണ് അവനെ നടത്തുക. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഉമ്മ ഒരു ഫോട്ടോ എടുത്തരുമോ ചോദിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലാണ് വീഡിയോ എടുത്തത്. പിന്നെ അത് ആംബ്രു കയറി ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിങ്ങനെ ഒരു ചരിഞ്ഞ സാധനമായ കാരണം മൂപ്പരാൾ ഈ ഒരു ഇരിപ്പന്നെ കുറച്ച് നേരം ഇരുന്നു കിട്ടാം. എന്തൊക്കെയോ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ചോദിക്കണേന് ഒന്നും മറുപടി പറയാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്താ കണ്ട അത്ഭുതമായി തോന്നുന്നു. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൊടുത്തു ആംബ്രുവിന്. കാരണം ഇത്ര നേരം നടന്നതല്ലേ, മൂപ്പരാൾക്ക് വെള്ളം അതിൻ്റെ ഒന്നും യാതൊരു ചിന്തയില്ല കേട്ടോ. പക്ഷെ ഞാൻ
കൊടുത്തു. കാരണം കുറേ നേരം നടന്നുണ്ട്. പിന്നെ ഇതാ അവിടുത്തെ ഇലയൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. സാപ്പി അതിൻ്റെ ഇടയിൽ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ തൊട്ടിപ്പുറത്ത് നിൽക്കണത്. അവിടെ നിന്നിട്ട് ആ ഒരു ഇല ഇങ്ങനെ നുള്ളാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് മൂപ്പരാൾക്ക്. പിന്നെ ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വീഴും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ 2 കൈ കൊണ്ടൊക്കെ ഈ ഇല പറിക്കൽ. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഇതാ ശരിക്കും നമ്മൾ ഇനി പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമായി ഗൈസ്. ഞാൻ ഈ വർഷങ്ങൾ മുന്നേ വന്നപ്പോൾ ഞാൻ കുട്ടിയായിരിക്കണം, അതുകൊണ്ടായിരിക്കും ഞാൻ അതിലൊക്കെ കയറി കളിച്ചത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അവിടെ എന്നെ കളിക്കാൻ സമ്മതിച്ചില്ല അവർ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആംബ്രൂവിനെ ഇരുത്തി ഒന്ന് കളിപ്പിച്ചു. ഒരു ബൈക്ക് പോലത്തെ ഒരു സാധനത്തിൽ ഇരുത്തി കളിപ്പിച്ചു കേട്ടോ. അപ്പോൾ ആംബ്രൂവിന് അത് ഇഷ്ടമായിട്ടുണ്ട്. സാപ്പിയുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് കയറിയിരുന്നു. കുറച്ച് നേരം ഞാൻ അതിലൊക്കെ ഒന്ന് ഇരുന്ന് കളിച്ചു. പിന്നെ ഇതാ ഈ ഒരു കറങ്ങണ സാധനത്തിലും ഞാൻ എൻ്റെ അതിമോഹം കാരണം കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് മോളെ അത് കുട്ടികൾക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഓളിട്ടു. അപ്പം ഞാൻ വേഗം നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അങ്ങനെ ആ വിഷമത്തിൽ ഞാൻ ഊഞ്ഞാലിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യും പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഇനി വേറെ വഴിയില്ല. അപ്പോൾ ആംബ്രൂവിനെ ഇനി ഇരുത്തി കുറേ നേരം ആംബ്രൂവിനെ ഇട്ട് കളിച്ചു. അപ്പോൾ ആംബ്രൂവിന് ബൈക്കിലിരുന്ന് മൂട് പോയി ഒന്നു ടാറ്റൊക്കെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുതിരയിൽ ഇരുത്തി ഇങ്ങനെ ഇതാ കറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും മഴ ചാറിയപ്പോൾ നമ്മൾ ആ ഊഞ്ഞാലിൽ അവിടെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുതിരയിൽ ഇരുത്തിയിട്ട് ഇതാ അങ്ങനെ വട്ടം വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതിൽ കയറാൻ പറ്റാത്ത നല്ല വിഷമമുണ്ടെങ്കിലും കുഴപ്പമില്ല, ആംബ്രൂവിന് ഇരുത്താൻ പറ്റിയില്ലോ എന്ന് വിചാരിച്ച് ഞാനിതാ സമാധാനിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ വേറൊന്നും ആംബ്രൂവിന് പറ്റിയതില്ല അവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ, പാർക്കിൽ നിന്ന് ഇറങ്ങി. ഉമ്മ ഇതാ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നടന്നു പോകണ്ടിട്ട് ഉമ്മ അവിടെ ഒരു ഊഞ്ഞാലിരിക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മ അതിന് തന്നെ നടന്നു വരികയാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയ ഊഞ്ഞാലുണ്ട്, നമുക്ക് അവിടെ പോയിരുന്നിട്ട് ഊഞ്ഞാലാടാട്ടാ. അപ്പം ഞാനും ഉമ്മയും സാപ്പിയൊക്കെ മതി മറന്ന് ഊഞ്ഞാലാടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിക്കഴിഞ്ഞിട്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 3-4 പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവരെ കുറച്ച് നേരം നോക്കിയത് നമ്മുടെ അടുത്തേക്കൊന്നും വരുന്നില്ല കേട്ടോ. അവരവരുടേതായ ലോകത്താണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. സാപ്പി പട്ടിക്കുട്ടികൾ പിന്നാലെ വരുന്നുണ്ടെന്നാണ് കേട്ടോ നോക്കണത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഫ്രൂട്ടി വാങ്ങാൻ വേണ്ടി പോവുകയാണ് ആ ഒരു ക്യാൻറ്റീനിലേക്ക്. അപ്പോൾ ഇവിടെ ചെറുതുള്ളൂ പറഞ്ഞിട്ട് ഞാൻ ചെറുത് വാങ്ങിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വാഴാനി ഡാമിൽ നിന്ന് ഇതാ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഗായ്സ് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ വാഴാനി ഡാം കണ്ടു കഴിഞ്ഞൂലമ്മ, എന്താ ഇഷ്ടമായി ഒന്ന്? ഇന്നലെ ചിമ്മിണി ഡാം കാണാൻ പറ്റാത്ത വിഷമം, ചിമ്മിണി അല്ലേ, ചിമ്മിണി ഡാം കാണാൻ പറ്റാത്ത വിഷമം ഇന്ന്. ശരി എന്നാ ഇപ്പൊ തന്നെ നടന്ന് വയ്യാണ്ട് ഇനി വീട്ടിലെത്തി ഉമ്മ നോക്കണ്ട. ഉമ്മ പടായി. ഇന്നലെ ഞാൻ ഈ റൂമിൽ കിടക്കുക, അപ്പൊക്കെ തോന്നി ശരിയാവില്ല, എന്നാ പിന്നെ ഉണ്ണീരെടുത്ത് പോയി കിടക്കും. അയ്യോ. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉള്ളു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.